നിയമസഭാ സമ്മേളനത്തിൽ ആദ്യത്തെ ദിവസം പങ്കെടുത്ത ശേഷം പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. രാഹുൽ വരും ദിവസങ്ങളിലും സഭയിൽ സജീവമാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ശനിയാഴ്ച വരെ സഭാ സമ്മേളനങ്ങളുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന കാര്യം. ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് പോകുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് അപ്രതീക്ഷിതമായി വളരെ സർപ്രൈസ് എൻട്രി ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ അതൊരു ഷോക്കിംഗ് എൻട്രി ആയി മാറിയത് കോൺഗ്രസ് തന്നെയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയാണ്. എംഎൽഎ ബോർഡ് വെച്ച കാറിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പ്രതിപക്ഷ നേതാവ് ആണെന്ന് തോന്നുന്നു. നിയമസഭാ സമ്മേളനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് അല്ല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ കാറാണ് നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് സണ്ണി ജോസഫ് സംസാരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയോ എന്നറിയില്ല. എംഎൽഎ ബോർഡുള്ള കാർ, എംഎൽഎ ബോർഡ് നേരത്തെ കാറിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റിയിരുന്നു. ഇന്ന് സുഹൃത്തായ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ഇത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. സണ്ണി വക്കീൽ എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയുമോ ഈ വിഷയത്തിൽ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇനി എല്ലാം KPCC അധ്യക്ഷൻ പറയുമെന്നുള്ളതായിരുന്നു VD സതീശന്റെ മറുപടി. മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങുകയാണ്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾക്ക് വേണ്ടി ഈ കാറിൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാഹുൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാറിന് മുന്നിൽ MLA ബോർഡ് ഇല്ല. സുഹൃത്തുക്കൾക്കൊപ്പം നേമം ഷജീറിനും പത്തനംതിട്ടയിലുള്ള സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എത്തിയത്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിയമസഭാ സമ്മേളനത്തിന് ശേഷം മടങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇന്ന് സഭാ സമ്മേളനത്തിലേക്ക് എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞില്ല, മാധ്യമങ്ങളോട് സംസാരിച്ചില്ല, കാറിന്റെ ഗ്ലാസ് പോലും താഴ്ത്തിയില്ല. സഭാ സമ്മേളനത്തിന് ശേഷം ഡയറക്റ്റ് പോവുകയാണ്. അവിടെ നിന്ന് മറ്റു കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. സുഹൃത്തുക്കൾക്കൊപ്പം വന്നു, സുഹൃത്തുക്കൾക്കൊപ്പം മടങ്ങി. സുഹൃത്തുക്കളുടെ കാറിലാണ് രാഹുൽ എത്തിയതും ഇപ്പോൾ പോയിരിക്കുന്നതും. മാധ്യമങ്ങളോട് സംസാരിക്കാനോ ഒന്ന് മുഖം തരാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ വനവാസം അവസാനിപ്പിച്ച് സഭയിലേക്ക് എത്തിയെങ്കിലും ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല.